അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തേയ എല്ലാ ദിവസവും വൈകുന്നേരം ജിമിൻ്റെ വീട്ടിൽ വരും. ജെറിയെ നോക്കി പരിപാലിക്കും, റീനയെ സഹായിക്കും. ഇതിൻ്റെ ഇടയിൽ ജീനിയും ജൂണും അവിടേക്ക് താമസം മാറി. തേയ വന്നാൽ പിന്നെ റീനയ്ക്കും ജീനിക്കും റെസ്റ്റാണ്. ജെറിയുടെ അടുത്തേക്ക് തേയ അവരെ അടുപ്പിക്കില്ല. ഒരു രീതിയിൽ തേയയുടെ പ്രസൻസ് ജെറിയുടെ വളർച്ചയ്ക്ക് ഒത്തിരി സഹായിച്ചു. അവൻ്റെ മമ്മി ആരാണെന്ന് ചോദിച്ചാൽ തേയാണെന്ന് അവൻ പറഞ്ഞിരുന്നു. അവനറിയാം തേയ അവൻ്റെ സ്വന്തം അമ്മ അല്ലെന്ന്. അത് അവനോട് ആരും പറയാതെ തന്നെ അവൻ മനസ്സിലാക്കിയതാണ്. എങ്കിലും തേയ എപ്പോഴും കൂടെ വേണമെന്ന് ജെറിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജെറി ജിമിനോട് ചോദിച്ചു, പപ്പ, തേമമ്മിയെ നമ്മുടെ കൂടെ വീട്ടിൽ നിർത്തിയാലോ? അത് മോനു, പപ്പ പറയുന്നത് മോൻ ശ്രദ്ധിച്ച് കേൾക്കണം. തേയമമ്മി മോൻ്റെ അമ്മയല്ല, അതുകൊണ്ട് ഇവിടെ നിർത്താൻ പറ്റില്ല. വെറുതെ ഓരോന്ന് പറയാതെ, അതൊന്നും നടക്കില്ല. ജിമിൻ്റെ വാക്കുകൾ ആ കുഞ്ഞു മനസ്സിനെ വിഷമിപ്പിച്ചു. അവളെ വീട്ടിൽ നിർത്തില്ല എന്ന് പറഞ്ഞത് കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ പപ്പ, എനിക്ക് തേമമ്മിയെ ഒത്തിരി ഇഷ്ടാ. പ്ലീസ് പപ്പ, ഒന്ന് സമ്മതിക്ക്. ജെറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, പപ്പ പറഞ്ഞല്ലോ, അത് പറ്റില്ല. തേമമ്മി മോനെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് മോൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. തേക്ക് വേറെ പല കാര്യങ്ങളുണ്ട്. മോൻ വാശി പിടിക്കാതെ. പപ്പ, തേമമ്മിയെ എനിക്ക് വേണം. ഇനി ആര് പറഞ്ഞാലും തേമമ്മിയാ എൻ്റെ അമ്മ. ഇതും പറഞ്ഞുകൊണ്ട് ജെറി കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. റൂമിൻ്റെ വെളിയിൽ നിന്നും റീന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മോനെ ജെറി, അവിടെ നിക്ക്, പപ്പ പറയട്ടെ. വേണ്ട, നീ അവനെ തടയണ്ട. എന്താവശ്യമായിരുന്നു നിനക്ക് ഇപ്പോ ഇങ്ങനെയൊക്കെ അവനോട് പറയാൻ? അവന് എന്തുമാത്രം വിഷമം വന്നു കാണും. പിന്നെ പറയാതെ, അവൻ പറയുന്നത് പോലെ അവളെ ഇവിടെ എന്തു പറഞ്ഞു നിർത്താൻ പറ്റും? എടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ആ കൊച്ച് ജെറിയെ നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ തേയില്ലായിരുന്നെങ്കിൽ ജെറിയെ ഇത്രയും നന്നായി വളർത്താൻ എനിക്കോ അച്ചായനോ തനിയെ പറ്റില്ലായിരുന്നു. അവൾ ഈ വീട്ടിൽ വന്നു കയറിയ ദിവസം മുതൽ ഇന്ന് വരെ അവളൊരു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ടില്ല. അത് അവളുടെ മനസ്സിന്റെ വലിപ്പം കാരണം. നീ എല്ലാ ദിവസവും രാവിലെ മാത്രം അവനെ കാണും. പിന്നീട് രാത്രി അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് നീ വരുന്നത്. ഇതിന്റെ ഇടയിൽ തേയ അവനെ ഊട്ടുന്നതും ഉറക്കുന്നതും ഞാനും ജീനിയും കുറെ നാളായി കാണുന്നതാ. ജെറിയുടെ ബർത്ത്ഡേ നടത്തുമല്ലോ, പക്ഷെ ഒരിക്കലെങ്കിലും നീ ആ കുഞ്ഞിനെ ക്ഷണിച്ചിട്ടുണ്ടോ? പക്ഷെ അവള് അവന്റെ ബർത്ത്ഡേക്ക് കേക്കുമായിട്ടാണ് വരുന്നത്, അതും സ്വന്തമായി ഉണ്ടാക്കിയത്. ഇതൊക്കെ പറഞ്ഞാലും നീ ഇങ്ങനെ തന്നെയേ പറയും. അവൻ പറഞ്ഞത് നിനക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും. നിന്നോട് ഞാൻ പറഞ്ഞതാണ്, കല്യാണം. മമ്മി പ്ലീസ്, നമ്മൾ ഒരിക്കൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തതാണ്. ഇനിയൊരു വിവാഹം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണ് വേണ്ട. എനിക്ക് ജെറിയും അവന് ഞാനും മതി. പിന്നെ തേയ, ഞാനൊരിക്കൽ പോലും അവളെ നേരിട്ട് കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹവുമില്ല. പിന്നെ അവൾക്ക് ജെറിയോടുള്ള സ്നേഹം, നാളെ അവൾക്ക് സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അവസാനിക്കും. പിന്നെ എൻ്റെ മോൻ തനിച്ചാകും. അന്ന് അവൻ വിഷമിക്കാതിരിക്കാനാ ഞാനിന്ന് അവനോട് അങ്ങനെ പറഞ്ഞത്. എനിക്കിനി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല മമ്മി, അതുകൊണ്ട് എന്നെ ഇനി നിർബന്ധിക്കണ്ട. ജിമിൻ്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ റീനയ്ക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ 5 വർഷമായി ഈ ഒരു രീതിയിലാണ് ഇവരുടെ ജീവിതം കടന്നു പോകുന്നത്. ഒന്നും ജെറി ജിമിനോട് ചോദിച്ചിട്ടില്ല, എങ്കിലും അവന് എല്ലാം അറിയാം. ഇപ്പോൾ ജെറിക്ക് 5 വയസ്സ് കഴിഞ്ഞു. അവൻ പ്ലേ സ്കൂളിലാണ്. എന്നും രാവിലെ ജിമിൻ ജെറിയെ കണ്ട് സംസാരിക്കും, ഉമ്മ കൊടുക്കും, വിശേഷങ്ങൾ ചോദിക്കും. കൃത്യം 9 മണിയാകുമ്പോൾ ജിമിൻ ഓഫീസിൽ പോകും. പിന്നെ വീട്ടിലൊരു യുദ്ധമാണ് ജെറിയെ സ്കൂളിൽ വിടാൻ. 10 മണിയാകുമ്പോൾ ജെറി സ്കൂളിൽ പോകും. സ്കൂളിലെ പല ആവശ്യങ്ങൾക്കും ജിമിന് പകരം പോകുന്നത് തേയാണ്. അങ്ങനെ റീനയുടെ നിർബന്ധപ്രകാരം തേയ ജെറിയുടെ ലോക്കൽ ഗാർഡിയനായി.
ആദ്യത്തെ കുറച്ചു മാസങ്ങൾ ജെറി സ്കൂളുമായി പൊരുത്തപ്പെടാൻ പ്രയാസപ്പെട്ടു. പക്ഷേ പതിയെ അവൻ അവിടുത്തെ കുട്ടികളായി കൂട്ടായി. പിന്നീട് ചിലർ അവൻ്റെ പപ്പ എന്താ പ്രോഗ്രാംസിനും PTA മീറ്റിങ്ങിനും വരാത്തതെന്ന് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. 2-3 പ്രാവശ്യം ജിമിൻ വരാൻ പറ്റാത്തത് കൊണ്ട് റീന ആ ദൗത്യം തേയെ ഏൽപ്പിച്ചു. തേയെ അവൻ്റെ മമ്മി എന്ന് പറഞ്ഞാണ് എല്ലാവരെയും ജെറി പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ തേയ ജെറിയുടെ അമ്മയാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം മൈക്കിൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു. ബാലൻസ് തെറ്റി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വീണു. മൈക്കിളിൻ്റെ ശബ്ദം കേട്ട് ഓടി വന്ന റീന കാണുന്നത് ബോധമറ്റ് കിടക്കുന്ന മൈക്കിളിനെയാണ്. റീനയുടെ നിലവിളി കേട്ട് ജീനിയും ജൂണും അവിടേക്ക് ഓടി വന്നു. ഉടനെ തന്നെ അവർ മൈക്കിളിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി വിവരം ജിമിനെ അറിയിച്ചു. ഉടനെ തന്നെ ജിമിൻ ഹോസ്പിറ്റലിലെത്തി. ഡാഡിക്ക് കുറച്ച് സീരിയസ് ആണ്, മൈനർ അറ്റാക്കാണ്, ICUവിലാണ്. റീനയുടെ വാക്കുകൾ കേട്ട് ജിമിൻ അവിടെ തരിച്ചു നിന്നു. അന്നത്തെ എല്ലാ മീറ്റിങ്ങും ക്യാൻസൽ ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. ജീനി തേയെ വിളിച്ച് കാര്യം പറഞ്ഞു. ജെറിയെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ എന്ന് തേയ പറഞ്ഞു. വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അന്ന് അവിടെ നിൽക്കാൻ തേയ തീരുമാനിച്ചു. വിവരങ്ങൾ തേയ അവളുടെ ഡാഡിയെയും ബെഞ്ചമിനെയും വിളിച്ചു പറഞ്ഞു. തേയ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ അവർ സിയോളിലേക്കുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു. സ്കൂളിൽ ഇന്ന് തന്നെ വിളിക്കാൻ വന്നത് ജൂണങ്കളല്ല തേയമമ്മിയാണെന്ന് കണ്ടപ്പോൾ ജെറിക്ക് ഒത്തിരി സന്തോഷമായി. എന്നാൽ വീട്ടിലെത്തി ആരെയും കാണാതായപ്പോൾ അവൻ കാര്യം തിരക്കി. മോനെ, അപ്പച്ചന് ഒരു ചെറിയ ഉവാവ് വന്നു. അതുകൊണ്ട് അപ്പച്ചനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അമ്മച്ചിയും അങ്കിളും ആൻറ്റിയും പപ്പയും അവിടെയാ. അതുകൊണ്ട് മോന്റെ കൂടെ ഇന്ന് ഫുള്ള് തേമമ്മി ഉണ്ടായിരിക്കും കേട്ടോ. അയ്യോ, അപ്പച്ചന് വയ്യേ, എനിക്ക് അപ്പച്ചനെ കാണണം. നമുക്ക് അപ്പച്ചനെ നാളെ കാണാൻ പോകാം കേട്ടോ. ഇപ്പൊ നമുക്ക് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് ഉറങ്ങാം. ഓക്കെ, പക്ഷേ തേമമ്മി പ്രോമിസ് ചെയ് എന്നെ നാളെ അപ്പച്ചനെ കാണിക്കാൻ കൊണ്ടുപോവാന്ന്. പ്രോമിസ്. നമുക്ക് നാളെ അപ്പച്ചനെ കാണാൻ പോവാം. ഇപ്പോ എന്റെ മോൻ വന്നേ, നമുക്ക് ഈ യൂണിഫോം ഒക്കെ മാറി കുളിച്ച് ഫ്രഷ് ആവാം. തേയ പറഞ്ഞതനുസരിച്ച് ജെറി എല്ലാം ചെയ്തു. തേയ കൂടെയുള്ളത് കൊണ്ട് തന്നെ ജെറിക്ക് വേറൊന്നും വേണ്ടായിരുന്നു. രാത്രിയായപ്പോൾ ജെറിക്ക് ഫുഡ് കൊടുത്ത് തേയ അവൻ ഉറക്കി. അതിനുശേഷം അവൾ ജീനിയെ വിളിച്ചു. മൈക്കിളിനിപ്പോൾ കുറച്ച് ഭേദമായി. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. നാളെ രാവിലെ റീനയും ജീനിയും എത്തും. ഇപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുകയാണ്. അത് റീനയുടെ നിർബന്ധം കാരണമാണ്. ജിമിൻ എത്ര പറഞ്ഞിട്ടും റീന അനുസരിക്കുന്നില്ല. മൈക്കിളിനെ കാണാതെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങില്ല എന്ന വാശിയിൽ അവർക്കൊന്നും പറയാൻ സാധിച്ചില്ല. വീടെല്ലാം പൂട്ടിക്കിടന്നുകൊള്ളാൻ ജീനി പറഞ്ഞത് കേട്ട് തേയ എല്ലാം ഒതുക്കി വെച്ചിട്ട് കുളിക്കാൻ പോയി. ഫ്രഷായി തിരിച്ചു വന്ന് ഒരു കോട്ടൺ സാരിയാണ് അവൾ ഉടുത്തത്. പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് സാരിയായിരുന്നു. ഈറനു ഊറുന്ന മുടി വിടർത്തിയിട്ടുകൊണ്ട് അവൾ ജെറിയുടെ അരികിലായി കിടന്നു. പതിയെ അവളും ഉറക്കത്തിലേക്ക് വീണു. എത്ര സമയം കടന്നുപോയി എന്ന് അവൾക്കറിയില്ല. പക്ഷേ പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് തേ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ജെറി നല്ല ഉറക്കത്തിലാണ്. പുറത്ത് നല്ല ചാറ്റൽ മഴയുണ്ട്. തേയ പെട്ടെന്ന് ഫോൺ എടുത്തു നോക്കി. സമയം 4 മണി. ഈ നേരത്ത് ഇതാരാ? എന്തായാലും ജീനി പറഞ്ഞത് രാവിലെ എത്തുമെന്നാണ്. പിന്നെയും ആലോചിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങിയത്.
തേയ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവൾ പതുക്കെ റൂമിൽ നിന്നും പുറത്തിറങ്ങി. ലിവിംഗ് റൂമിലെത്തിയപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരു നേരിയ പേടി അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും എവിടെ നിന്നോ ധൈര്യം സംഭരിച്ച് അവൾ വാതിലിൻ്റെ ലോക്ക് തുറന്നു. ഡോറ് മെല്ലെ തുറന്ന് പുറത്തേക്ക് നോക്കി. ആരാ? വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഫ്ലാഷ് ലൈറ്റ് പുറത്തേക്ക് കാട്ടി. Hey, what is this? Keep that away. പുറത്ത് നിൽക്കുന്നത് ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. മുഖം കൈകൊണ്ട് മറച്ചിരിക്കുവാണ്. ഷർട്ടും പാൻസുമാണ് വേഷം. കയ്യിൽ കോട്ടും ഒരു സൂട്ട് കേസുമുണ്ട്. തേക്ക് എന്തെങ്കിലും തിരിച്ചു ചോദിക്കാൻ പറ്റുന്നതിന് മുൻപ് തന്നെ അയാൾ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഡോറ് ശക്തമായി തള്ളി. ബാലൻസ് തെറ്റി തേയ താഴേക്ക് വീഴാൻ പോയതും അയാൾ തേയെ താങ്ങിപ്പിടിച്ചു. Hey, are you okay? അയാൾ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് കറന്റ് വന്നത്. പെട്ടെന്ന് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചപ്പോൾ തേയ കണ്ണ് മുറുകെ അടച്ചു. പിന്നീട് പതുക്കെ തുറന്നു. അപ്പോഴാണ് അവൾ അയാളുടെ മുഖം വ്യക്തമായി കണ്ടത്. വർഷങ്ങളായി താൻ കേൾക്കാറുള്ള, ഫോട്ടോയിൽ മാത്രം കാണാറുള്ള ആൾ. ഒത്തിരി പ്രാവശ്യം കാണണമെന്ന് ആഗ്രഹിച്ച ആ ഒരാൾ. ജെറിയുടെ പപ്പ ജിമിൻ.